പലർക്കും ആസിഡ് റിഫ്ലക്സ് വിട്ടുമാറാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ആസിഡ് റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ പുളിച്ചത് കിട്ടൽ, ഭയങ്കരമായിട്ട് ഏമ്പക്കം, ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും വയറ് ഭയങ്കരമായിട്ട് വീർത്ത് വരിക, അതിൻ്റെ ഒപ്പം തന്നെ ഇതുപോലെ തൊണ്ടയിൽ എന്തോ വന്നിരിക്കുന്ന പോലെ തോന്നുക, ഗ്യാസ് ഇതുപോലെ നെഞ്ചത്ത് ഉരുണ്ടുമറിയുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ടെങ്കിൽ GERD അഥവാ ഗ്യാസ്ട്രോ ഇസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ് ഉള്ളതിൻ്റെ ഒരു ഭാഗം കൊണ്ടായിരിക്കാം നിങ്ങൾക്കിത് വന്നത്. അതുകൊണ്ട് തന്നെ ഇത് മാറണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. അത് മറ്റൊന്നുമല്ല, ദീർഘനേരമുള്ള ഇരിപ്പാണ്. നമ്മളൊരു സിറ്റിംഗ് പൊസിഷനിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന ഒരു ശീലം ഉള്ളവർക്കായിരിക്കും പൊതുവെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വിട്ടുമാറാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നെന്ന് പറയുന്നത് ദീർഘനേരം ഇരുന്നുള്ള ആ ഒരു ഇരുത്തമാണ്. അത് മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കുക. കാരണം ദീർഘനേരം നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ വയറിൽ, അടിവയറിലൊക്കെ പ്രഷർ കൂടുകയും അതുകൊണ്ട് തന്നെ വയറിലുള്ള ആസിഡ് കണ്ടന്റ്, ദഹനരസങ്ങളൊക്കെ മുകളിലോട്ട് പ്രഷർ വന്ന് മുകളിലോട്ട് കയറി വരാനും അത് പുളിച്ചത് കെട്ടലിനും നെഞ്ചരിച്ചിലിനൊക്കെ കാരണമാകുകയും ചെയ്യാം. അതുകൊണ്ട് ഇരിക്കേണ്ട എന്നല്ല, നമ്മളൊരു അരമുക്കാൽ മണിക്കൂറുള്ള പൊസിഷനിൽ ഇരിക്കുകയാണെങ്കിൽ പിന്നെ ഒന്ന് എണീറ്റ് നടക്കാനും ശരീരം ഒന്ന് ചലിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതല്ലാണ്ട് തുടർച്ചയായിട്ട് ഇരുന്ന് യാത്ര ചെയ്താലോ അല്ലെങ്കിൽ ഓഫീസിലുള്ള വർക്ക് ആയിക്കോട്ടെ, മറ്റനുബന്ധ വീട്ടിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിക്കോട്ടെ, ഇരുന്ന് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെയുള്ള അസിഡിറ്റി, ദഹന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് പുളിച്ചത് കെട്ടൽ, നെഞ്ചരിച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്.